വോളിയം കണ്ടുപിടിക്കാൻ എന്തിനാണ് സ്ക്രൂ ഗേജ്? ഈ സ്കെയിലിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എന്താണ് സീറോ കറക്ഷൻ? എങ്ങനെയാണ് സീറോ കറക്ഷൻ കണ്ടുപിടിക്കുന്നത്? ഇനി നോക്ക്, നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ. വെൽക്കം ടു എയ്ഗൺ ഫിസിക്സ് പ്രാക്ടിക്കൽ സെഷൻ. എടാ, നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ചിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചിട്ടുമാണ്. സോ എന്താണ് സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത്? 10⁻⁻5 റേഞ്ചിലുള്ള അത്രത്തോളം ചെറിയ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആര് ഉപയോഗിക്കാറുള്ളത്? നമ്മുടെ സ്ക്രൂ ഗേജ് ഉപയോഗിക്കാറുള്ളത്. 10⁻⁻5 റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വയറിന്റെ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു വയറിന്റെ റേഡിയസ് അല്ലെ, റേഡിയസിനെക്കാളും ചെറുതാണ്. ഇവിടെ റേഡിയസ് കുറച്ച് വലുപ്പമുണ്ട്. ഇതിനേക്കാളും ചെറിയ മെഷർമെന്റ് ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് ആര് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? നമ്മുടെ സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സോ ഈ സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വയറിന്റെ വോളിയം കണ്ടുപിടിക്കാനാണ്. വോളിയം കണ്ടുപിടിക്കാൻ എന്തിനാണ് സ്ക്രൂ ഗേജ്? വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? πr²L ആണ്. സോ പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ r² എന്ന് പറഞ്ഞാൽ എന്താ? r² എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ സ്ക്വയർ. ഈ വയറിന്റെ റേഡിയസിന്റെ സ്ക്വയർ ആണ്. സോ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സാധാരണ ഇവിടെ ഒരു സെന്റിമീറ്റർ സ്കെയിൽ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റുമോ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ഈ ഒരു സാധാരണ സ്കെയിൽ ഉപയോഗിച്ചാൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂല. ഇനി L എന്ന് പറയുന്ന πr²L ലെ L എന്ന് പറയുന്ന ആ ഒരു ലെങ്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് നമുക്ക് ഈ സാധാരണ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ ഈ ഒരു സ്ക്രൂ ഗേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ മക്കളെ, സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന ആളെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ എന്താണ് സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന ആളുടെ മുകളിലുള്ള സ്കെയിൽസ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ക്രൂ ഗേജിന്റെ മുകളിൽ 2 സ്കെയിലുകളാണ് വരുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു സ്കെയിൽ ഉണ്ടല്ലോ, 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കെയില്, ഈ സ്കെയിലിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ പിച്ച് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. സോ പിച്ച് സ്കെയിലിന്റെ മുകളിലുള്ള റീഡിങ്ങിനെ നമുക്ക് എന്ത് പറയാം? പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ടാമത്തെ സ്കെയിലാണ് ഇതിന്റെ മുകളിലുള്ള ഈ റൗണ്ട് ആയിട്ട് അല്ലെ, ഈ ഒരു സർക്കുലാർ ഫോമിൽ നിൽക്കുന്ന ഈ ഒരു സ്കെയിലിനെ നമുക്ക് എന്ത് പറയാം? ഇതിനെയാണ് നമ്മൾ ഹെഡ് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. സോ ഹെഡ് സ്കെയിലിന്റെ മുകളിൽ എത്ര റീഡിങ്സ് ഉണ്ട്? ഹെഡ് സ്കെയിലിന്റെ മുകളിലുള്ള ഈ ഒരു 100 റീഡിങ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 0-ൽ നിന്ന് തുടങ്ങി 10, 20, 30, 40, 50, 60, 70, 80, 90, then വീണ്ടും എങ്ങോട്ടേക്കാ പോകുന്നത്? 0-ലേക്കാ പോകുന്നത്. സോ നമുക്ക് എന്ത് പറയാം? 100 ഡിവിഷൻസ് ആണ് ഹെഡ് സ്കെയിൽ വരുന്നത്. ഈ 100 ഡിവിഷൻസിനെ നമുക്ക് എന്ത് പറയാം? ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറയാം. സോ ഹെഡ് സ്കെയിൽ റീഡിംഗും പിച്ച് സ്കെയിൽ റീഡിംഗും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്ക്രൂ ഗേജിന്റെ മെഷർമെന്റ്, സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് നമ്മൾ വയറിന്റെ റേഡിയസ് മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ മക്കളെ, നമുക്ക് നേരെ നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്താ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ? സാധാരണ വൈവക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്? എടാ, ഒരു ഇൻസ്ട്രുമെന്റിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ആ ഇൻസ്ട്രുമെന്റിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. സോ ഈ സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്ക്രൂ ഗേജിന്റെ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കാം? നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രൂ ഗേജ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ടൈറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ സ്ക്രൂ ഗേജ് കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഇത് കറക്റ്റ് 0-ൽ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് പിച്ച് സ്കെയിലിന്റെ ഈ ഒരു ആക്സിസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ. ഈ ഒരു ആക്സിസ് കറക്റ്റ് ഹെഡ് സ്കെയിലിന്റെ 0-യുമായിട്ട് നമ്മൾ കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കാം. സോ ഇവിടുന്ന് 0-ൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മളൊരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുത്തു. ഇത് 0 വന്നു. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റൊട്ടേഷനും കൂടെ എടുക്കാണ്. ഇവിടെ നമുക്ക് എത്ര വന്നു? 2 റൊട്ടേഷൻ വന്നു. മൂന്നാമതായിട്ട് ഒരു റൊട്ടേഷനും കൂടെ നമ്മൾ എടുക്കുന്നു. കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. മൂന്നാമത്തെ റൊട്ടേഷൻ എടുത്തു. ഇനി ഒരു റൊട്ടേഷനും കൂടെ വരുന്ന സമയത്ത് എന്ത് വരും? ഇവിടെ 4 റൊട്ടേഷൻ നമുക്ക് പറയാം. ഈ 4 റൊട്ടേഷൻ നമ്മൾ എടുത്ത സമയത്ത് എത്രയാണ് നമ്മുടെ പിച്ച് സ്കെയിൽ റീഡിംഗ് വരുന്നത്? നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. 0 കഴിഞ്ഞാൽ 1, 2, 3, 4. 4ാമത്തെ ഈ ഒരു ഡിവിഷന്റെ മുകളിലാണ് നമ്മുടെ ഇപ്പോഴത്തെ പിച്ച് സ്കെയിലിന്റെ ഈ ഒരു സ്ക്രൂ ഗേജ് നിൽക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഈ 4ാമത്തെ റീഡിംഗ് എന്ന് പറയുന്ന ആള് 4 എന്ന് പറയുന്ന നമ്പർ ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 4 റൊട്ടേഷൻ എടുത്തപ്പം ഡിസ്റ്റൻസ് മൂവ്ഡ് ഫോർ 4 റൊട്ടേഷൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 4 ആണ് നമുക്ക് ഇവിടെ വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബുക്കിനകത്ത് നമ്മൾ എഴുതാൻ പോവാണ് ഡിസ്റ്റൻസ് മൂവ്ഡ് ഫോർ 4 റൊട്ടേഷൻ. അതിനെ നമ്മൾ എസ് എന്നാണ് വിളിക്കുന്നത്. സോ നമ്മൾ അതിന് എഴുതാണ് 4 മില്ലിമീറ്റർ എന്ന് എഴുതുന്നു. 4 മില്ലിമീറ്റർ എന്ന് എഴുതി. ഇനി രണ്ടാമതായിട്ട് എന്താണ്? പിച്ച് ഓഫ് ദി സ്ക്രൂ. പി എന്ന് പറയുന്നത് പിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി P is equal to നമുക്ക് കിട്ടിയിട്ടുള്ള ഈ S ഡിവൈഡഡ് ബൈ 4 ആണ്. നമ്മൾ 4 റൊട്ടേഷൻസ് അല്ലേ എടുത്തത്. സോ നമുക്ക് എന്ത് ചെയ്യുന്നു? S ഡിവൈഡഡ് ബൈ 4 ആണ്. സോ നമുക്ക് പറയാം 4 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാം, അഥവാ 1 മില്ലിമീറ്റർ എന്ന് നമുക്ക് പറയാം. സോ പിച്ച് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ് നമുക്ക് വാല്യൂ കിട്ടിയത്. ഇനി നോക്ക്, നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ. നമുക്കറിയാം ഈ ഹെഡ് സ്കെയിലിന്റെ മുകളിൽ
എത്ര ഡിവിഷൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 100 ഡിവിഷൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? ഈ n എന്ന് പറയുന്നത് 100 ഡിവിഷൻസ് ആണ്. എത്രയാണ്? 100 ഡിവിഷൻസ് ആണെന്ന് എഴുതി കൊടുക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? ലീസ്റ്റ് കൗണ്ട് LC is equal to P divided by n, അതായത് 1 divided by 100. 1 divided by 100 ആണ് റീഡിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 0.01 മില്ലിമീറ്റർ എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 0.01 മില്ലിമീറ്റർ ആണ് ഒരു സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്ക്, ഈ ലീസ്റ്റ് കൗണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സീറോ കറക്ഷനും സീറോ കോയിൻസിഡൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് സീറോ കറക്ഷൻ? എങ്ങനെയാണ് സീറോ കറക്ഷൻ കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ ആണടാ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്ക്രൂ ഗേജ് ഇതാ ടൈറ്റ് ചെയ്യാണ്. സ്ക്രൂ ഗേജ് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ചെയ്തു, നമുക്കൊരു ശബ്ദം കേൾക്കാം. ഈ ഒരു ശബ്ദം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കാം എത്രയാണ് ഇതിന്റെ റീഡിംഗ് വരുന്നത്. ഇതിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് എക്സാക്ട് 90 കഴിഞ്ഞ് വീണ്ടും അത് 0യിലേക്ക് എത്തിയിട്ടില്ല. എത്രയിലാണ് നിൽക്കുന്നത്? 98ലാണ് ഇത് ടൈറ്റ് ആയ സമയത്ത് നിൽക്കുന്നത്. സോ നമുക്ക് പറയാം 98 ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ സീറോ കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എഴുതാം സീറോ കോയിൻസിഡൻസ് 98 ആണ്. അങ്ങനെയാണെങ്കിൽ 100ലേക്ക് ഇനി എത്ര കൂടെ ആവശ്യമുണ്ട്? നമുക്ക് 2ന്റെ ആവശ്യമുണ്ട്, 2ന്റെ ആവശ്യമുണ്ട്. സോ നമ്മൾ പറയും +2 ആണ് ഇതിന്റെ സീറോ കറക്ഷൻ. 100ലേക്ക് എത്താൻ എത്രയും കൂടെ ഇനി ആവശ്യമുണ്ട്? 2 ആണ് ആവശ്യം. ഇത് നമ്മുടെ ലാബുകൾ മാറുന്നതിനനുസരിച്ച് ഓരോ സ്കൂളിലെ ഓരോ ലാബിലെ ഇൻസ്ട്രുമെന്റിനനുസരിച്ചും ഇതിന്റെ വാല്യൂ എന്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്? മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ വാല്യൂ ഓരോ സ്ക്രൂ ഗേജിനും ഓരോ രീതിയിലായിരിക്കും. നമ്മൾ ഇറർ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. സോ ഓരോന്നിനും ഓരോ ഇറർ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എക്സ്പെരിമെന്റൽ സൈഡിലേക്ക് നമുക്ക് പോവാം. സോ എക്സ്പെരിമെന്റൽ സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് മക്കളെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രൂ ഗേജിന്റെ ഈ ഒരു ടിപ്പ്, ഈ ഒരു ബ്ലാക്ക് പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിക്കേണ്ടത്. അല്ലാതെ ഇവിടെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ലൂസ് ആക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇത് ടൈറ്റ് ചെയ്യാം. ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മൾ നിർത്തണം. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ഉള്ളിലെ പിച്ച് സ്കെയിൽ റീഡിംഗ്, നമ്മുടെ ആദ്യത്തെ ട്രയലാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം നമ്മുടെ പിച്ച് സ്കെയിൽ റീഡിംഗിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് 0 കഴിഞ്ഞ് 1ലാണ് നിൽക്കുന്നത്. സോ നമ്മുടെ പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് എത്രയായിട്ടാണ് നിൽക്കുന്നത്? 1 ആണ് റീഡിംഗ് കിട്ടുന്നത്. സോ 1ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ നമുക്ക് റീഡിംഗ് കാണാൻ പറ്റുന്നത്. സോ 1 ആണ് നമ്മുടെ PSR എന്ന് പറയുന്നത്. സോ PSR എത്രയാണ്? 1 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HSR നമുക്ക് നോക്കാം. ഈ ആക്സിസിന് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത് എത്രയാ? ഈ ആക്സിസിന് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് 90ലാണ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത്. 90ലാണ് കറക്റ്റ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 90ൽ കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 എന്ന് നമുക്ക് വാല്യൂ എഴുതാം അല്ലെ? 90 എന്ന് നമ്മൾ വാല്യൂ കൊടുത്തു. HSR നമുക്ക് കാണുന്നത് 90 ആണ്. ഇനി കറക്റ്റഡ് HSR എന്ന് പറയുന്ന ഒരു കോളം കാണാൻ പറ്റും. എന്താണ് കറക്റ്റഡ് HSR എന്ന് പറയുന്നത്? എടാ ഇതിനൊരു ഇറർ ഇല്ലേ? എത്ര? +2ന്റെ ഇറർ ഇതിന് സംഭവിച്ചിട്ടില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ +2 എന്ന് പറയുന്ന ആ വാല്യൂ ഇതിന്റെ കൂടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും 92 ആണ് നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ 92 ആണ് നമ്മൾക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്താണ് ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ? PSR പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു LC. അഥവാ PSR എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എത്രയാണ് നമ്മുടെ കറക്റ്റഡ് HSR എന്ന് പറയുന്നത്? കറക്റ്റഡ് HSR എന്ന് പറഞ്ഞാൽ 92. 1 പ്ലസ് 92 ഇൻറ്റു LC എത്രയാണ്? 0.01 ആണ്. സോ 92 ഇൻറ്റു 0.01 പ്ലസ് 1 എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്ത്? നമ്മുടെ ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് എന്ത് എഴുതാം? 1.92 എന്ന് നമ്മൾക്ക് വാല്യൂ കിട്ടും. 1.92 എന്ന് നമുക്ക് വാല്യൂ കിട്ടി. 1.92 മില്ലിമീറ്റർ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഈ റീഡിംഗ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. റീഡിംഗ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്ക്രൂ ഗേജ് നമ്മൾ ലൂസ് ആക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ വേറെ ഈ വയറിന്റെ കുറച്ച് വേറൊരു പോർഷനിൽ പോയിട്ട് വീണ്ടും നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. വീണ്ടും ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീഡിംഗ് നോക്കാം. എത്രയാണ് നമ്മുടെ PSR വരുന്നത്? PSR നേരത്തെ പോലെ തന്നെ 1 തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 വീണ്ടും PSRന് റീഡിംഗ് കൊടുക്കുന്നു. PSRന് റീഡിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ HSR റീഡിംഗ് നോക്കുകയാണ്. HSR എന്ന് പറയുന്നതിനും മാറ്റൊന്നുമില്ല. HSR 90ൽ തന്നെയാണ് നിൽക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിം റീഡിംഗ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 2 റീഡിംഗും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എടുക്കുകയാണ്.
ഓക്കെ മക്കളെ, ഇപ്പൊ നമ്മൾ നമ്മുടെ ആ ഒരു 4 റീഡിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 4 റീഡിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 1.92 ആണ്. സോ ഇതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1.92 മില്ലിമീറ്റർ ആണ് നമുക്ക് ഇതിന്റെ ആവറേജ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് പോവാം. സോ കാൽക്കുലേഷനിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ ഡയമീറ്റർ ഓഫ് ദി വയർ, അതിനെ നമുക്ക് എത്ര പറയാൻ വേണ്ടി പറ്റും? 1.92 ആണ് നമുക്ക് ഇതിന് എന്ത് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ ഡയമീറ്റർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മക്കളെ എന്താണ് ഇതിനെ നമ്മൾ, ഇതിപ്പോ മില്ലിമീറ്റർ അല്ലേ നമുക്ക് കിട്ടിയത്, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1.92 into 10⁻³ മീറ്റർ നമുക്ക് എഴുതിയാൽ മതി. ഓക്കെ, 1.92 into 10⁻³ മീറ്റർ നമുക്ക് പറഞ്ഞാൽ മതി. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് റേഡിയസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 1.92നെ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യാണ്. സോ നമുക്ക് കിട്ടിയത് 0.96 ആണ്. സോ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് 0.96 മില്ലിമീറ്റർ ആണ്. സോ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ 0.96 into 10⁻³ മീറ്റർ ആണ് വാല്യൂ വരുന്നത്. സോ 0.96 into 10⁻³ മീറ്റർ ആണ് നമുക്ക് വാല്യൂ വരുന്നത്. ഇനി നമുക്കിപ്പോ റേഡിയസ് നമ്മുടെ കൈ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മൾ ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു വയറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. πr²l ഇക്വേഷൻ. സോ നമ്മൾ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ജസ്റ്റ് നമ്മൾ എന്താക്കുന്നു? നമ്മൾ ഈ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ മെഷർമെന്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സോ ഇതിന്റെ നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 20 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. 20 സെന്റിമീറ്റർ, അതായത് 20 into 10⁻² മീറ്റർ അല്ലെ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ നമ്മൾ 10⁻² ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വോളിയത്തിന്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താ വോളിയത്തിന്റെ ഇക്വേഷൻ? πr²l. സോ നമുക്ക് എഴുതാം 3.14 into 0.96 into 10⁻³ whole square into 20 into 10⁻². സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ റീഡിംഗ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ആ റീഡിംഗ് വെച്ച് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 5.7876 into 10⁻⁻7 മീറ്റർ ക്യൂബ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇതിന്റെ വോളിയം കിട്ടിയത്. സോ മീറ്റർ ക്യൂബ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വോളിയത്തിന് യൂണിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. സോ മക്കളെ കൃത്യമായിട്ട് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ മക്കളെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലാബ് കൊണ്ട് പ്രയാസപ്പെടുന്ന, ലാബ് വരുന്നത് ആലോചിച്ച് പ്രയാസപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.